Travel Techie Vlogs in the Pudir episode like Ningal Kella Avakum Swagadam, Number and cooking video item on the Tulada. Apo Chemmeen biryani and Undakan on the Noka. Upon the Muka biryani like Ausha, Sadhanangal and the Kanan Noka, rice ana, Rara Manikuru, Velatil Kudurtu Vechirikina, and a glass of basmati rice ana. Pinna Karwapata, Randamuna Elekya, very grampu, Evaga Sadhanang like a good rice Akanitola Sadhanangala Savala, Uru Nal, Villi Savala, Chirdaita Arinja and Tirikinada, Pinna, Uru Pidi, Pudinaleum, Urupidi, Malayalam good Oladana. This is ginger garlic paste. Ginger and garlic matralla in correct number. Oru 6 veluthulli edutittundu oru cheriya kashnam ithrom kashnam inji edutittundu pinne oru 5 പച്ചമുളക് പിന്നെ ചുവന്നുള്ളി ഉണ്ടല്ലോ അതൊരു 10 12 എണ്ണം ഇതെല്ലാം കൂടെ മിക്സിയിൽ ഇട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുള്ളതാണിത് പിന്നെ നമുക്ക് ലാസ്റ്റ് ബിരിയാണിയിൽ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് കശുവണ്ടി കുറച്ച് മുന്തിരി കുറച്ച് ഓണിയൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് തൈരാണ് തക്കാളി വേണ്ടവർക്ക് തക്കാളി യൂസ് ചെയ്യാം ഞാൻ ഇവിടെ തക്കാളി എടുക്കുന്നില്ല അതിന് പകരമാണ് തൈര് ഇവിടെ കിട്ടുന്ന നമ്മൾ മർമ്മന്റെ ഫ്രഷ് ക്രീം തൈരാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ചെമ്മീൻ മാരിനേറ്റ് ചെയ്യാനായിട്ടും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മുളകുപൊടി 1 ടേബിൾ സ്പൂൺ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു 2-3 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചത് ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് ഒരു അര മണിക്കൂറെങ്കിലും ഇതിനെ നമുക്ക് മാറ്റി വെക്കണം എന്നാലേ ഇതിൽ ഈ ചെമ്മീനിലൊക്കെ നല്ലപോലെ മസാലയൊക്കെ പിടിച്ചു കിട്ടുള്ളൂ അപ്പോൾ ഈ മിക്സ് എല്ലാം കൂടെ ചെയ്ത് നമ്മൾ ഒരു അര മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനാണിത് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ചെമ്മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ചെമ്മീൻ ഫ്രൈ ആവുന്ന സമയത്ത് റൈസ് കുക്ക് ചെയ്യുന്നത് നോക്കാം ഓക്കേ ഞാൻ ഇവിടെ 2 ഗ്ലാസ് ബസ്മതി റൈസ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് റൈസ് കുക്ക് ചെയ്യാം അതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട് അപ്പോൾ നെയ്യിലേക്ക് 2-3 വയനയില കറുവപ്പട്ട ഗ്രാമ്പൂ ഏലക്ക ഈ ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ചൂടാക്കുക എണ്ണയിൽ എന്നിട്ട് നമ്മുടെ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ റൈസും നമ്മളിട്ട ഗ്രാമ്പൂവും അതെല്ലാം കൂടെ ഒന്ന് ആ നെയ്യിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് റൈസ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടും ഒന്നൊന്നിൽ തൊടാതെ റൈസ് നമുക്ക് കിട്ടും ഇതൊന്ന് കുറച്ചൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് റൈസ് ഇങ്ങനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് മതിയാവും അപ്പോൾ നമ്മുടെ ഈ റൈസിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക അളവ് പറഞ്ഞാൽ ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് അടച്ചു വയ്ക്കുക നമ്മുടെ ചെമ്മീനൊക്കെ പകുതി കുക്കായിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക് ചെമ്മീൻ ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട് നമുക്ക് മാറ്റി വെക്കാം ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേവി തയ്യാറാക്കാനായിട്ട് പോകുന്നത് സെയിം കൊഞ്ച് ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കുന്നത് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പിന്നെ ചുവന്നുള്ളി മുളക് പച്ചമുളക് ഇതെല്ലാം കൂടെ നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിരുന്നത് അതിലേക്ക് ഇടുക അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്നും പോയി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് സവാളയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർക്കാം ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി 1 സ്പൂൺ മുളക് പൊടി
1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഈ പൊടികൾ പച്ചമണം മാറുന്നതും വരെ സവാളയായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിലേക്ക് തക്കാളി ചേർക്കുന്നതിന് പകരം ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. തക്കാളി ആവശ്യമുള്ളവർക്ക് തക്കാളി തന്നെ ചേർക്കാം കേട്ടോ. തൈരിന് പകരം ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. ഇപ്പം തൈരും നമ്മുടെ സവാളയും മസാലയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. തൈരിൽ കട്ടയൊന്നും കെട്ടാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടെ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചെമ്മീൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ബിരിയാണി ഒന്ന് ചെറുതായിട്ട് ദമ്മിട്ട് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ആണ്. അതിൻ്റെ പകുതി ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഗ്രേവി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ആദ്യം തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് കശുവണ്ടിയും മുന്തിരിങ്ങയും കുറച്ച് ഫ്രൈഡ് ഓനിയനും കൂടെ ഇതിൻ്റെ മുകളിലൊന്ന് വെതറി കൊടുക്കുക. ശേഷം കളറിന് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി കലക്കി എടുത്തിട്ടുണ്ട്. അതും ഒരു സ്പൂൺ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ മല്ലിയില പുതിനയില കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതും ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെമ്മീൻ ഗ്രേവി ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അളവിനനുസരിച്ചിട്ട് ചെയ്യാം. ക്വാണ്ടിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഒരു ലെയർ റൈസ്, പിന്നെ അതിൻ്റെ മുകളിൽ ഗ്രേവി, വീണ്ടും റൈസ്, വീണ്ടും ഗ്രേവി, അങ്ങനെ ചെയ്യാം. ഞാനിപ്പം കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു ലെയർ റൈസ്, പിന്നെ ഫുള്ള് ഗ്രേവി, പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടി റൈസ് ഇടുന്നു. അത്രേ ഞാൻ ചെയ്യുന്നുള്ളൂ. അത് നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ചേഞ്ചസ് വരുത്താം. നമ്മുടെ ഗ്രേവി നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിന് മുകളിലേക്ക് ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന റൈസും കൂടെ ഇട്ട് കൊടുക്കുക. ഇവിടെ ബാക്കി വന്ന മല്ലിയിലയും പുതിനയിലയും സ്പ്രെഡ് ചെയ്ത് കുറച്ചിട്ട് കൊടുക്കുക. ഫ്രൈഡ് ഓണിയൻ, മുന്തിരിങ്ങ, കശുവണ്ടി, ബാക്കി വന്ന എല്ലാതും മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കളറും ആഡ് ചെയ്ത് കൊടുക്കുക. സോ എല്ലാം സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മളൊരു പാത്രം വെച്ചിട്ട് അടച്ചു വയ്ക്കുക. അപ്പോൾ ഇത് ഓൾറെഡി ബോയിലിംഗ് ആണ് കേട്ടോ. ചെറിയ തീയിൽ, ലോ ഫ്ലെയിമിൽ വേറൊരു പാത്രത്തിൻ്റെ മുകളിലാണ് ഞാൻ ജസ്റ്റ് ഇതൊന്ന് വെച്ച് കൊടുക്കുന്നത്. ഇതിങ്ങനെ ഒരു 10-15 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്കാവണം. നമ്മുടെ മസാലയും ഇത് എല്ലാം കൂടെ ആവിയിൽ വരുന്നത് ഒരുമിച്ച് വരണം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഏകദേശം റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും തുറന്ന് നോക്കാം. ഓൾമോസ്റ്റ് 15 മിനിറ്റിൽ കൂടുതൽ ആയിട്ടുണ്ട് ഇങ്ങനെ വെച്ചിട്ട്. ഓക്കെ, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ദിസ് ഇസ് ശ്രുതി സൈനിങ് ഓഫ്.